ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല എറണാകുളം റൂട്ടിൽ ടൗണിൽ നിന്നും ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരത്തിൽ 10.5 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീട്. അപ്പം അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം. ടാറിംഗ് റോഡിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു വീട്. നല്ല മുറ്റത്തിനൊക്കെ ധാരാളം സ്ഥലമുണ്ട്. 2-3 വാഹനങ്ങളൊക്കെ ഒരേ സമയം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് ഗ്രാസൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് മണൽ വിരിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയിൽ നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം. സിറ്റ് ഔട്ടിനോട് ചേർന്നൊക്കെ ഒരു ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീട് തന്നെയാണിത്. നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാം. നല്ല നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറയാം. 10.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. 10.5 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, 4 ബാത്റൂം, ലിവിങ്, ഡൈനിങ്, കിച്ചണ്, വർക്ക് ഏരിയ, സ്റ്റോർ റൂം എന്നീ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. ഇവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നെഗോഷ്യബിൾ പ്രൈസാണ് ഈ 90 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ്. നമുക്ക് ഈ വീടിൻ്റെ റൂഫ് ഏരിയ ഒന്ന് കാണിക്കാം. മുകളിലേക്ക് കയറാൻ വേണ്ടി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. കിണർ വെള്ളമുണ്ട്. യാതൊരുവിധ പ്രളയഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ്. നല്ല വലിപ്പമുള്ള ഒരു റൂഫ് ഏരിയയാണ് ഈ വരുന്നത്. നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ 10-100 പേരുടെയൊക്കെ ഫംഗ്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിനുള്ളിൽ വെച്ച് തന്നെ നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ വരുന്നത്. വെട്ടുകല്ലാണ്. ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ്. ഏത് കടുത്ത വേനലിലും ഈ കിണറ്റിൽ വെള്ളം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. നമുക്ക് ഇത് ഒരു വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് നമ്മൾ കാണുന്നത്. ഏത് വലിയ വാഹനങ്ങളും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ചിൻ്റെ നിർമ്മാണം. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റും ടൈലുമാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിലുള്ള ജനൽപ്പാളികളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിറ്റ് ഔട്ടിലും LED ലൈറ്റുകൾ, ഫാനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല മികച്ച രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണിത്. ഒരു 95% വർക്ക് പൂർത്തിയായതാണ്. ചെറിയ ഫിനിഷിംഗ് വർക്കുകൾ കൂടിയൊക്കെ തീരാനുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും തീരുന്നതാണ്. വാതിൽ തുറന്ന് നമ്മൾ ആദ്യമേ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു പ്രെയർ ഏരിയ ആണ്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത്. ലിവിങ് ഹാൾ നല്ല വലിപ്പമുള്ള ലിവിങ് ഹാളാണ്. അതിൽ ധാരാളം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, ജിപ്സം വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ ഒരു പ്രെയർ ഏരിയ വരുന്നത്. അവിടെ കുറച്ച് ലൈറ്റുകളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിപ്സം വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇത് നമ്മുടെ ഒരു പാസേജ് വരുന്നതാണ്. ആ പാസേജാണ് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് കാണുമ്പോൾ ഒരു പാർട്ടീഷൻ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള വീട് തന്നെയാണ്. എല്ലാ റൂമുകൾക്കും വലിപ്പമുണ്ട്. നമുക്ക് ഓരോരോ റൂമുകളായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നല്ല ഡിസൈനിലുള്ള ഒരു ടൈലാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ മൊത്തം അങ്ങനെ തന്നെയാണ്. നല്ല കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പാളിയുടെ 2 ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജനാലകൾക്കുള്ള കമ്പിയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീൽ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 2 പാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കബോർഡാണ്. എല്ലാ വർക്കുകളും ഏകദേശം പൂർത്തിയായ നല്ല മനോഹരമായിട്ടുള്ളൊരു വീട്. ചെറിയ ക്ലീനിങ് വർക്കുകൾ, ചെറിയ വർക്കുകൾ മാത്രമേ തീരാനുള്ളൂ. ഉടൻ തന്നെ താമസിക്കാൻ പറ്റുന്നതാണ്. ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഈ വീടിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. എല്ലാം 10 വർഷം വാറണ്ടിയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ്, AC-യുടെ പോയിൻറ്റുകൾ എല്ലാ റൂമിലും തന്നെ കൊടുത്തിട്ടുണ്ട്. തടിയിൽ തീർത്തിരിക്കുന്ന ഡോറുകളാണ് എല്ലാ റൂമുകൾക്കും കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിങ്ങും തന്നെയല്ല, ഓരോ വർക്കുകളും അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. പാല രാമപുരം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ സീലിങ്ങിലൊക്കെ ജിപ്സം വർക്കുകൾ, പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനാലകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നല്ലൊരു ഡിസൈനിലുള്ള ജനാലകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. തേക്കിൻ്റെ തടിയും ആഞ്ഞിലിയുമാണ് ഈ വീട്ടിലെ തടി പണികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. LED ലൈറ്റുകൾ, ഫാന്, സ്പോട്ട് ലൈറ്റുകൾ എല്ലാം ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂമിൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ബാത്റൂമിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു കബോർഡ് വരുന്നത്. അതും അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഒരു 2 പാളിയുടെ കബോർഡാണ് വരുന്നത്. ഇതാണ് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. വളരെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങേയറ്റത്തായിട്ടൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിലും കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ വീടിൻ്റെ പണികളുടെ ഒരു ഫിനിഷിങ് എത്രമാത്രമാണെന്ന്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിപ്സം വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിലും കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത്. എല്ലാ ബാത്റൂമുകളും അത്യാവശ്യം വലിപ്പമുണ്ട്. 2050 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഹോം ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യമൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഈ വീട് സ്ഥലവും കാണാൻ അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. നല്ല വലിപ്പമുള്ള ഒരു ജനാല കൊടുത്തിട്ടുണ്ട് അവിടെ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റാണ് വരുന്നത്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെയാണ് ഫിറ്റിങ്സുകളെല്ലാം വന്നിരിക്കുന്നത്. നല്ല ഡിസൈനിലൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, നല്ല സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണിത്. നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് നാലാമത്തെ ബെഡ്റൂം.
ഇതിലും നല്ല കളർ കോമ്പിനേഷനൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് തന്നെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കർട്ടനും കട്ടിലും ഉണ്ടെങ്കിൽ ഇനി കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോറുകൾ വരുന്നത്. ഫൈബർ ഡോറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ്. നല്ലൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ടൈലുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. 90 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. നല്ല ഒരു മോഡേൺ ഡിസൈനിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിച്ചണാണ്. ഒരു സെമി ഓപ്പൺ കിച്ചൺ എന്ന് പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് ഈ കിച്ചണിലും കൊടുത്തിരിക്കുന്നത്. നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു ടൈലാണ്. ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു ഫ്രിഡ്ജാണെങ്കിലും വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇതിനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഡോറാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സൗകര്യവും അവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു സ്റ്റോർ റൂമായിട്ട് വരുന്നതാണ്. ഇതിൽ നമുക്ക് വാഷിംഗ് മെഷീനും കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ കിച്ചൺ. അപ്പോൾ നമുക്ക് വീടിൻ്റെ പുറത്തെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടിട്ട് ഈ വീഡിയോ നിർത്തുകയാണ്. കിച്ചണിലൊക്കെ ധാരാളം ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കുറച്ച് വർക്കുകൾ കൂടി ഇനി വരാനുണ്ട്. നല്ല മനോഹരമായ വീടിന് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. 10.5 സെൻറ്റ് സ്ഥലവും 2050 സ്ക്വയർ ഫീറ്റുമാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീട് കാണാനോ വാങ്ങാനോ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. പാലാ ടൗണിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി വീട്. ഇതാണ് വീടിൻ്റെ മുൻവശം. നല്ലൊരു ഭംഗിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നു. നല്ല ടാറിംഗ് റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.